ഓക്കെ, സോ റെഡ്മി നോട്ട് 10 Pro Max, അതായത് ഈ ഫോണിൻ്റെ ഫൈനൽ റിവ്യൂവും പിന്നെ എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ എല്ലാ ഫോൺസിൻ്റെയും ഫൈനൽ റിവ്യൂവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഫോൺസ് ഉണ്ടല്ലോ ഇപ്പം, നോട്ട് 10, നോട്ട് 10 Pro, നോട്ട് 10 Pro Max, പോക്കോ X3 Pro, റിയൽമി 8 Pro, അങ്ങനെ ഒരുപാട് ഫോൺസ് ഉണ്ട്. 1 by 1 ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെഡ്മി നോട്ട് 10 Pro Maxൻ്റെ ഫൈനൽ റിവ്യൂ ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഫസ്റ്റ് നമുക്ക് സ്പെസിഫിക്കേഷൻസ് പെട്ടെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സോ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ചിപ്സെറ്റ് ആണ്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റ് 6GB 128GB വേരിയൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ 108 മെഗാ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 5020 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെ വരുന്നുണ്ട്. ഇതായിരുന്നു ഒരു ക്വിക്ക് സ്പെസിഫിക്കേഷൻ സമറി. ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ കണ്ടാൽ മതി, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും അബൌട്ട് സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സും. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മേളിൽ ലിങ്ക് ഇട്ടുതരാം, നമുക്ക് കണ്ടു നോക്കുക. ഫസ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ, ഹാൻഡ്ലിംഗ്, പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും അണ്ടർ 20,000 പ്രൈസ് കാറ്റഗറിയിൽ ഒരു പ്രീമിയം ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് 10 Pro Max. നമ്മൾ ബാക്കിൻ്റെ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ബാക്കിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയറും വളരെ ക്ലീൻ, ഒഫീഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലുക്ക് എന്ന് പറയാൻ പറ്റും. വളരെ ഒരു ക്ലീൻ ക്ലാസി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യലി ഈ ഒരു വിൻറ്റേജ് ബ്രോൺസ് കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വേറെ 2 കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്ക് കുറച്ചുകൂടെ ഗ്ലോസിയാണ്. സോ അതിന് നല്ലോണം ഈ ഫിംഗർ പ്രിൻറ്റ് പതയും. ഇതിലും പതയുന്നുണ്ട്, പക്ഷേ കുറവാണ്, അത്രയും പെട്ടെന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പതയും. സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയി ഒന്നെങ്കിൽ ബ്രോൺസ് എടുക്കുക അല്ലെങ്കിൽ ബ്ലൂ എടുക്കുക. അതെടുക്കാൻ വേണ്ടി അത് ആദ്യം വരണം. ഷവോമി അത് പബ്ലിക്കലി സെയിലിട്ടാൽ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. ഷവോമിയുടെ ഫ്ലാഷ് സെയിലിൻ്റെ ഒരു ഡ്രാമ ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം അവൈലബിൾ ആവും, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഹാൻഡ്ലിംഗ് വളരെ നല്ലൊരു കംഫർട്ടബിൾ ഫോണാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, അണ്ടർ 200 ഗ്രാം ആണ്. ഓൾമോസ്റ്റ് 194 ഗ്രാം ആണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. പക്ഷേ ഇതിനേക്കാളും ലൈറ്റ് വെയിറ്റ് ഫോൺസ് ഉണ്ട്. സ്പെഷ്യലി റിയൽമിയുടെ 8 സീരീസ് നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അണ്ടർ 175 ഗ്രാം ആണ് വരുന്നത്. പക്ഷേ ഇതൊരു ബാലൻസ്ഡ് ഫോൺ എന്ന് പറയാൻ പറ്റും. ഈ ഫോണിനൊരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ കിട്ടാനുള്ള മെയിൻ കാരണമാണ് ഇതിൻ്റെ ഗ്ലാസ് ബിൽഡ്. അതായത് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ബിൽഡാണ്. ബാക്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നറിയില്ല, ഷവോമി ക്ലിയർലി ഒന്നും പറഞ്ഞിട്ടില്ല. സോ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് വിചാരിച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ പ്രൊട്ടക്ഷൻ ഇല്ല. ഫ്രണ്ടിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴും ഷവോമി ഫ്രണ്ടും ബാക്കും ഗ്ലാസ് തരുന്നുണ്ട്. അത് വലിയൊരു ബോണസ് തന്നെയാണ്. ചില വീഡിയോസിൽ ഈ ഒരു ഫോൺ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ പൊട്ടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് ഫോൺ വേണമെങ്കിലും പൊട്ടിക്കാം. നിങ്ങൾക്ക് ഒരു ഫോണായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ബിൽഡാണ് വരുന്നത്. ഒരു അതും വേണ്ട, ഒരു സംശയവും വേണ്ട, ഒരു കംപ്ലയിൻറ്റ് വരാൻ പോകുന്നില്ല. നല്ല ബിൽഡാണ്. എനിക്കിതുവരെ ഒരു ഇഷ്യൂവും വന്നിട്ടില്ല. കവർ ഇടാതെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ക്യാമറ മോഡിൽ നല്ല തള്ളിയിരിക്കുകയാണ്. സോ സ്ക്രാച്ച് അല്ലെങ്കിൽ പൊട്ടൽ വീഴാൻ ചാൻസ് ഉണ്ട്. താഴെ വീഴുകയാണെങ്കിൽ ഫസ്റ്റ് ഇടിക്കാൻ പോകുന്നത് ക്യാമറ മോഡിലാണ്. അത് എല്ലാ ഫോൺസിലും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ തള്ളി നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. സോ ഡിസൈൻ, ലുക്ക്, ബിൽഡ്, ഇൻ ഹാൻഡ് ഫീലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഫുൾ മാർക്സ് ആണ്. നോ ഇഷ്യൂസ്. ഐ എം വെരി ഹാപ്പി. നെക്സ്റ്റ് നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കാം. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വീഡിയോ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ സിനിമ കാണുമ്പോൾ എക്സ്പീരിയൻസ് ആണ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതിനേക്കാളും ബെറ്റർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നോട്ട് 10 Pro വാങ്ങേണ്ടി വരും ഓബ്വിയസ്ലി. കാരണം നോട്ട് 10 Proയിലും Pro Maxലും എക്സാക്ട്ലി സെയിം മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമ്മൾ ഇന്ന് Pro Max ആണ് കാണാൻ പോകുന്നത്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു ഫോണായിട്ടും ഷവോമി ഇതിൻ്റെ അകത്ത് 6.67 ഇഞ്ചിൻ്റെ ഒരു വലിയ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ സിനിമ കാണുമ്പം ആ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കാരണം നല്ല ഡീപ്പ് ബ്ലാക്സും നല്ല കോൺട്രാസ്റ്റ് പോപ്പിംഗ് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഓക്കെ, നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട്. ഏകദേശം 1200 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്പേഴ്സ് വിട്ടേക്ക്, നോർമലി യൂസ് ചെയ്യുമ്പോൾ വെയിലത്തൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോഴും ഒരു ഇഷ്യൂ ഇല്ല. നല്ല രീതിയിൽ വായിക്കാനും വീഡിയോസൊക്കെ വളരെ ഈസി ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ അത്യാവശ്യത്തിനധികം ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. HDR10ൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആമസോൺ പ്രൈം ആയാലും യൂട്യൂബ് ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും HDR വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. HDR വീഡിയോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഡൈനാമിക് റേഞ്ച് ഒക്കെ കാണും. സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്.
പിന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഫുൾ HD റെസൊല്യൂഷൻ വീഡിയോസ് കാണാൻ പറ്റും ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും. ഓഡിയോൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്നും ഒരു കംപ്ലയിൻറ്റും ഇല്ല. വളരെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺ ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡീസൻറ്റ് ഒരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഒരു ഇയർഫോൺ കുത്തിയാൽ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി സെയിം വോള്യൂം അല്ല വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 65-35 അല്ലെങ്കിൽ 60-40% ആയിരിക്കും. ബോട്ടമിൽ നിന്നാണ് മെയിൻ വോള്യൂം വരുന്നത്. പക്ഷേ നമുക്ക് നോർമൽ ഇത് മനസ്സിലാവില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ ആ ഒരു സ്റ്റീരിയോൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സൗണ്ടാണ് വരുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഓഡിയോ ആണ്. ലേശം ബേസ് ഒക്കെ വരുന്നുണ്ട്. നോർമലി നമ്മൾ കാണുമ്പം ഇങ്ങനത്തെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുമ്പം അതിൽ കൂടുതൽ ട്രെബിളും അതൊക്കെ ആയിരിക്കും, മിഡൊക്കെ. പക്ഷേ ഇതിൽ ബേസും വരുന്നുണ്ട്. നല്ലൊരു സൗണ്ടാണ്, നല്ല ക്വാളിറ്റി സൗണ്ടാണ് വരുന്നത്. സോ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് എഗെയിൻ ഫുൾ മാർക്സ് ആണ്, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് ആണ് കോളിംഗ് ആൻഡ് നെറ്റ്വർക്ക് എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല രീതിയിൽ എല്ലാം ഫോൺസൊക്കെ നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. 4G+, അതായത് നമ്മുടെ കാരിയർ എഗ്രിഗേഷൻ ആ ഫീച്ചറും വരുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്, നല്ല സ്പീഡ്സ് കിട്ടുന്നുണ്ട്. വൈഫൈ കണക്ഷൻ ആണെങ്കിലും നോർമൽ നെറ്റ് കണക്ഷൻ ആണെങ്കിലും നല്ല സ്പീഡ്സ് കിട്ടുന്നുണ്ട്. സോ കണക്ഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, കോളിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. ചിലർക്ക് ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസറിൽ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. എല്ലാ തവണ ഇങ്ങനെ വെക്കുമ്പം ഓട്ടോമാറ്റിക്കലി പ്രോക്സിമിറ്റി സെൻസർ എപ്പോഴാണ് യൂസ് ആകുന്നത് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വെക്കുമ്പം സ്ക്രീൻ ഓഫ് ആവില്ല. അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. വളരെ നല്ല ക്ലിയർ സൗണ്ടാണ് വരുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നല്ല ക്ലിയർ സൗണ്ടാണ് വരുന്നത്. സോ കോളിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും അതല്ല, ഇപ്പോഴത്തെ ഫോൺസിൽ അങ്ങനെ കോൾ ഡ്രോപ്പ് ഇഷ്യൂ ഒന്നും വരാറില്ല. ഓക്കെ, എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫോൺസാണ്, എസ്പെഷ്യലി മിഡ് റേഞ്ച് ഫോൺസൊക്കെ. സോ ഇതും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നല്ല കോളിംഗ്, നല്ല നെറ്റ്വർക്ക് റിസപ്ഷൻ ഉള്ള ഫോൺ തന്നെയാണ്. പിന്നെ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ ഡയലറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. നമ്മൾ റെക്കോർഡ് ഞെക്കുമ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് പോകും. സോ സീക്രട്ട് കോൾ റെക്കോർഡിംഗ് നടക്കില്ല. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. സോ ഇതിലുള്ളത് Qualcomm Snapdragon 732G പ്രോസസ്സറാണ്. സോ ഫോർ എക്സാമ്പിൾ PUBG എടുക്കുകയാണെങ്കിൽ സ്മൂത്ത് ആൻഡ് അൾട്ര. സോ 40 FPS ആണ് അൺലോക്ഡ് ആയിരിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് 90-95% FPS സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, ഞാൻ ചില സാമ്പിൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ടും ഒരു നല്ല ബെറ്റർ വീഡിയോ അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ ബൂസ്റ്റ് ചെയ്യും. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഫോൺ അല്ല. ഇതൊരു ഓൾറൗണ്ട് ഫോണാണ്. എല്ലാ ഫീച്ചേഴ്സും നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിരിക്കുന്ന ഒരു വെൽ ബാലൻസ്ഡ് ഫോണാണ്. ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. സോ നിങ്ങളൊരു പ്രോ ഗെയിമർ ആണെങ്കിൽ നമ്മുടെ പോക്കോ X3 Pro ഒക്കെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പ്രോ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമാണ് മെയിൻ. എസ്പെഷ്യലി PUBG, ഫ്രീ ഫയർ, COD ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ഓപ്ഷൻസ്. സോ അങ്ങനെയാണെങ്കിൽ പോക്കോ X3 Pro എടുക്കുന്നതായിരിക്കും ബെറ്റർ. പോക്കോ X3 Proൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻ ജനറൽ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കാം. സോ ഈ ഒരു ഫോണിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എടുത്ത് പറഞ്ഞാൽ ആ പോയിൻ്റ് ആയിരിക്കും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നെഗറ്റീവ് എന്ന് പറയുമ്പം യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 95% ഓക്കെ ആണ്. 5% അവിടെ ഇവിടെ സ്റ്റട്ടേഴ്സും ലാഗ്സും കിട്ടുന്നുണ്ട്. 732G എന്നൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റിന് ഈ 120 Hz റിഫ്രഷ് റേറ്റും അതിനോടൊപ്പം തന്നെ MI UI 12 പോലത്തെ ഒരു ഹെവി UIൻ്റെ ലോഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ ഒപ്റ്റിമൈസേഷൻ്റെ ഇഷ്യൂ ആണോ എന്തുകൊണ്ട് ചെറിയ സ്റ്റട്ടേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ UIയിൽ, അതായത് ഫോർ എക്സാമ്പിൾ സെറ്റിങ്സിലോ ആപ്പ് ഡ്രോറിലേക്ക് കയറി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, നോ ഇഷ്യൂസ്, നല്ല സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് ക്രോം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ 5% മാത്രമേ ഉള്ളൂ. ഈ ഫോണിൻ്റെ ലോഞ്ചിന് ശേഷം ഇപ്പോൾ ഏകദേശം 2-3 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ്സിന് ശേഷം കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഷവോമിയുടെ അപ്ഡേറ്റ്സ് ആണ്, പക്ഷേ ഇതുവരെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, സോ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഉടൻ തന്നെ MI UI 12.5 വരും. 12.5 വരുമ്പോൾ ഒരുപാട് സിസ്റ്റം ആപ്പുകൾ, അതായത് ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർസ്, അതായത് ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള ബ്ലോട്ട്വെയർസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും 2 വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആണ് Realme 8 Pro വേഴ്സസ് Note 10 Pro Max, പിന്നെ Note 10 Pro വേഴ്സസ് Note 10 Pro Max. ഈ 2 വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയുടെ എല്ലാം സംഭവങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ എങ്ങനെയാണ് പെർഫോമൻസ്, ഇതിൻ്റെ കളേഴ്സ്, ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച്, ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ 2 വീഡിയോസ് കാണുക. ഒരു ക്വിക്ക് സമ്മറി ഞാൻ പറഞ്ഞുതരാം. നല്ല ക്യാമറയാണ്. സോ ഇതിൻ്റെ 108 MP ഇതിൽ ഉള്ളതുകൊണ്ട്
ഭയങ്കരമായൊരു ക്യാമറ പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്, നല്ല കളേഴ്സാണ്. പലയിടത്തും കൂടുതൽ സാച്ചുറേഷൻ കൂടുതലാണ്. സാച്ചുറേഷനും പിന്നെ അവിടെ ഇവിടെ കളേഴ്സ് മാറുന്നുണ്ട്. സോ ഒരു എഡിറ്റഡ് ലുക്കാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു നോട്ട് 10 Pro വേഴ്സസ് നോട്ട് 10 Pro Maxൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിലെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. നല്ല ക്യാമറയാണ്. പക്ഷേ 3000 രൂപ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഒരു തിങ്കിങ് അനുസരിച്ചിരിക്കും. നിങ്ങളൊരു ക്യാമറ ഓറിയൻറ്റഡ് ആളാണ്, അതിനോടൊപ്പം തന്നെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെ വേണമെങ്കിൽ നോട്ട് 10 Pro Max വാങ്ങാം. ഈ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാനൊരു ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. നല്ല ബാറ്ററി പെർഫോമൻസ് ആണ് കിട്ടിയത്. 1 day ഫോൺ എന്ന് പറയാൻ പറ്റും. നിങ്ങളൊരു ലൈറ്റ് ടു മീഡിയം യൂസർ ആണെങ്കിൽ 1.5 ദിവസം വരെ വലിച്ച് നീട്ടാം. ഗെയിമർ ആണെങ്കിൽ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. ഗെയിമർ എന്ന് പറയുമ്പോൾ ഒരു 1.5-2.5 മണിക്കൂർ നിങ്ങൾ കളിക്കാറുണ്ടെങ്കിൽ, ഡെയിലി കളിക്കാറുണ്ടെങ്കിൽ രാവിലെ രാത്രി 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. അതല്ല ഒരു മീഡിയം യൂസർ ആണെങ്കിൽ ഒരു ദിവസം വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഓക്കെ, 6-6.5 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 0 to 100% ഫുൾ ചാർജ് ആവാൻ വേണ്ടി 1 hour 30 minutes, 1 hour 40 minutes എന്ന് പറയുകയാണെങ്കിൽ 90 തൊട്ട് 100 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഡിഫറെൻറ്റ് ആണ്. പലർക്കും പല ടൈമാണ് കിട്ടുന്നത്. എനിക്കൊരു 90-95 minutes ആണ് കിട്ടിയത്. ഓക്കെ, ദാറ്റ് ഈസ് ഡീസെൻറ്റ്. റിയൽമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഫാസ്റ്റ് ചാർജ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ചാർജിങ് ടൈം തന്നെയാണ് കിട്ടുന്നത്. എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു സ്റ്റട്ടറൊക്കെ, പിന്നെ ചെറിയൊരു ലാഗും ഗ്ലിച്ചൊക്കെ, അതെടുത്ത് മാറ്റുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റും. കാരണം ഈ ലോകത്ത് ഒരു ഫോണും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഏറ്റവും ക്ലോസ് ടു പെർഫെക്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റും നമുക്ക്. ആ സോഫ്റ്റ്വെയർ സംഭവം എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇനി 12.5 വരുമ്പോൾ ചിലപ്പോൾ അവർ കറക്റ്റ് ചെയ്യും, എനിക്കറിയില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും, അപ്പോൾ ഡിസ്പ്ലേ ആണെങ്കിലും ഓഡിയോ, വീഡിയോ, പെർഫോമൻസ്, ബാക്കിയെല്ലാം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഒരു ഓൾറൗണ്ട് ഫോൺ എന്ന് പറയാൻ പറ്റും വിത്ത് 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ. സോ നിങ്ങൾക്ക് 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ വേണ്ട, 64 മെഗാ പിക്സൽ മതിയെങ്കിൽ നോട്ട് 10 Pro വാങ്ങിച്ചാലും മതി. ഇനി 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെ വേണം, പക്ഷേ Pro Maxും 8 Proയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ Pro Max ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓവറോൾ ബെറ്റർ ഓപ്ഷൻ, ഒരു ഓൾറൗണ്ട് ഫോണാണ്. അതല്ല നോട്ട് 10 Pro Max വേണം, ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് വേണം, പക്ഷേ 64 മെഗാ പിക്സൽ മതിയെങ്കിൽ കണ്ണടച്ച് നോട്ട് 10 Pro വാങ്ങിച്ചോളൂ. ബെറ്റർ ഡീലാണ്, ബെറ്റർ വാല്യൂ ഫോർ മണി ഫോണാണ് നോട്ട് 10 Pro. സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ ആൻഡ് ഫൈനൽ റെക്കമെൻഡേഷൻ. ബാക്കി നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.